ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ എങ്ങനെയാണ് ഈസിയായിട്ട് ഹെഡ് ഷോട്ട് വരുന്നതെന്ന് പറയുന്നത്. ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹാക്കിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ. അതൊന്നും ആർക്കും പിടിച്ചിട്ടില്ല. ആർക്കും ഹാക്കിന്നാണ് കുറച്ച് പേര് എന്നോട് പറയുന്നത്. ഓക്കെ, ഞാൻ ദൂരത്തോന്നില്ല. ഒന്ന് പഠിച്ചു നമുക്ക് ഇങ്ങനെ ഫസ്റ്റ് ചെന്നൊരു വന്നത്. ഇതിപ്പോ നമുക്ക് കഷ്ടിച്ചിട്ടാണ് വേണ്ട ഫുൾ മോഡൊക്കെ ഇട്ട് കളിച്ച. ഇതാണിപ്പോൾ എൻ്റെ ഫുൾ മോഡ് ഇത്. അപ്പോൾ ഇതൊന്നും ഇട്ട് കളിക്കാതെ ഞാൻ എങ്ങനെയാണ് നല്ല ഈസിയായിട്ട്, അപ്പോൾ അത് പറഞ്ഞ് കുറിപ്പിക്കുന്നില്ല. വീഡിയോയിലേക്ക് ഇതുപോലെയാണ്, ഇതുപോലെ ഹെഡ്ഷോട്ട് അടിക്കുന്നത്. വേണമെങ്കിൽ വേറെ ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് രണ്ടുമാണ് ഞാൻ എടുക്കുന്നത്, ഇതും ഇതും. ഇതാണ് ഇപ്പം ഞാൻ ഹെഡ്ഷോട്ട് അടിക്കുന്നത്. ഉണ്ടോ, ഈസി ആയിട്ട് വരുന്നത്. എനിക്ക് വരുവാണെങ്കിൽ ഇങ്ങനെ ഒരാൾ വരിക, രണ്ടെണ്ണം നമ്മൾ തെറ്റ് ചെയ്ത് ദൂരനായോണ്ട് അടുത്തുനിന്നാണെങ്കിൽ പിന്നെ പറയണ്ട, ഹെഡ്ഷോട്ടിൻ്റെ ദൂരമായിരിക്കും. എങ്ങോട്ടും മാറിയല്ലേ, ഇരുന്ന് കാണിച്ചു കണ്ടോ, ഇരുന്ന് കാണിച്ചു, എങ്ങോട്ടും മാറത്തില്ല. ചാടി കാണിക്കുക, ഇരുന്ന് കാണിക്കുക. എയിമ ഞാൻ അങ്ങോട്ടും കൊണ്ടുവരുന്നില്ല, എയിം ഞാൻ കൊണ്ടുപോകുന്നേ ഇല്ല. ഞാൻ ദൂരെ നിന്നൊക്കെ ആണെങ്കിൽ വരുന്നതെങ്കിൽ ഇങ്ങനെ വരിക, ഹെഡ്ഷോട്ട് അടിക്കും. ഹെഡ്ഷോട്ട് പോകാൻ ഉണ്ടാവും. ഓക്കെ, ഇതാണ് സെറ്റിങ്സിന് പറയാം. ഓക്കെ, നമ്മൾ ഇതാണ് വീട് കട്ടായിപ്പോയി അതിൻ്റെ ഇടയ്ക്ക്. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ സെറ്റിങ്സ്. 67754966 ഇതാണ്. ഇത് ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ദൂരത്തുനിന്ന് വരാം. ഇതൊക്കെയാണ് എൻ്റെ സെറ്റിങ്സ്. നിങ്ങൾ അടുത്തൊക്കെ വരുവാണെങ്കിൽ സെറ്റിങ്സ് ഹാക്കറാന്ന് വരെ നിങ്ങളെ പറഞ്ഞു പോകും. നിങ്ങൾ ഹാക്കറാണ്. അടുത്തൊക്കെയാണെങ്കിൽ പിന്നെ പറയണ്ട, നിങ്ങളുടെ തലയിൽ മാത്രമേ എയിം കയറത്തുള്ളൂ. എയിം പൊസിഷൻ 6-7 ഡബിൾ ബാലർ ഹെഡ്ഷോട്ട് ഉണ്ടോ, വെട്ടി
ഇടയ്ക്കിടയ്ക്ക് വെച്ച് വീഡിയോ കട്ടാവുന്നുണ്ട്. അപ്പോൾ എന്നാണ് എനിക്കൊന്നും അറിഞ്ഞൂടാ. എനിക്ക് നല്ല സ്ലിമ്മിങ് ആയിട്ട് ആ സെറ്റിങ്സ് ഇട്ടപ്പോൾ നിങ്ങൾക്ക് കൂട്ടിയിടാൻ കുറച്ചിടാണ് ഇങ്ങനെ മൂവ്മെൻറ്റ് സ്പീഡ്. അത് നമുക്ക് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് മൂവ്മെൻറ്റ് സ്പീഡ്. എന്നിട്ട് ഉണ്ടാവും വരിക ഒരടി ലോഡ് ചെയ്യുക ഒന്ന് വരിക ഇങ്ങനെ അടിച്ച് പൊടിച്ചാൽ വരിക. സെറ്റിങ്സ് വെച്ചാൽ പിന്നെ ഇങ്ങനെ ആയിക്കോളും. ഗിയറൊക്കെ കളിക്കുന്നതാണ് നൈസായിരിക്കും ഈ സെറ്റിങ്സ്. ഇത് പെയ്ഡ് ബാൻഡിലോ വലിയ ലാപ്പൊന്നുമല്ല. ചില സമയത്ത് ഇങ്ങനെ ബോഡി കയറിക്കൊണ്ടിരിക്കും, ചില സമയത്ത് ഹെഡ്ഷോട്ട് കയറി മാത്രമേ കിടക്കുള്ളൂ. അതാണ് ഇതിൻ്റെ കഷ്ടം. അടിച്ചാലും ഹെഡ്ഷോട്ട് ബോഡി ഷോട്ട്, അങ്ങനെ അടിച്ചാലും ഹെഡ്ഷോട്ട് ബോഡി ഷോട്ട്, അതിലും കൂടുതലൊന്നുമില്ല പറയാൻ. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ അങ്ങനത്തെ കണ്ടൻറ്റ് വീഡിയോ ഒക്കെ വേണം. ഇടയ്ക്കിടയ്ക്ക് ഈ ടോക്ക് വിഷയമാവുന്നു. ടോക്കാണ് എനിക്ക് വിഷയം. ഞാനിപ്പോൾ ടൈപ്പ് കണ്ടിട്ടാണ് ഈ ഒറിജിനൽ കളഞ്ഞ് കണ്ടിട്ടില്ല. ഈ സെറ്റിങ്സ് കേട്ടാൽ കുറേ ബോഡി ഷോട്ട് കയറിയാലും ഉപകാരമാണ്. എന്ന് പറഞ്ഞാൽ ഈ ബോഡി ഷോട്ട് ഇതിട്ടാൽ നമുക്ക് നോക്ക് കണ്ട നിങ്ങൾ കണ്ട 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 അത്രയുള്ള എൻ്റെ വീഡിയോ. നിങ്ങൾ മനസ്സിലായി തോന്നും. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം, സെറ്റിങ്സ് മാറ്റി നോക്കുക. നിങ്ങൾക്ക് സെറ്റിങ്സ് ഇടുക. ഞാനിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറെ സെറ്റിങ്സ് നോക്കുക, കളിച്ചു നോക്കണം. അറിയാൻ ഇതിപ്പോൾ എനിക്ക് പോലെയാണ് എനിക്ക് കളിച്ചു ഇതിലധികം കയറത്തില്ല കേട്ടോ. ഈ തോക്കിലധികം കയറത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
ചാ